ഈ അഞ്ജലി ഇതെവിടെ പോയി? ഇതുവരായിട്ടും വന്നില്ലല്ലോ. ശരിയാ, ബസ് ഇപ്പോഴെത്തും. ആ അഞ്ജലി, നീ എത്തിയോ? നിന്നെ കുറിച്ച് ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ. നിങ്ങൾ കുറെ സമയമായോ വന്നിട്ട്? ഏയ്, അധിക സമയമൊന്നും ആയിട്ടില്ല. ഈ ചെറുക്കന് വീട്ടിലേക്ക് വരണം പറഞ്ഞിട്ടാ നേരം വൈകിയത്. ഇവനാച്ചാ ആദ്യം മേട്ടന്റെ കൂടെ കടയിലും പോയി. അപ്പൊ അവൻ വരാൻ വേണ്ടി ഞാൻ കാത്തു നിന്നതാ. അതാ ആകെ നേരം വൈകി. ഓ, അതൊന്നും സാരമില്ല, നീ ഇവിടെ ഇരിക്ക്. സച്ചി, നീ ആകെ മാറിയല്ലോടാ. ആ സൂസു ആന്റി, എപ്പോഴെങ്കിലും ഒക്കെ ഒരു മാറ്റൊക്കെ വേണ്ടേ? ചെറുക്ക, എന്നാ നീ വേഗം വീട്ടിലേക്ക് പോയിക്കോ. ശരി അമ്മേ. അവരെല്ലാവരും ചിലപ്പം തല്ലുകൂടാവും. നീ എങ്ങനെയെങ്കിലും പറഞ്ഞ് സോൾവ് ആക്കണം കേട്ടോ. ഞാൻ പറഞ്ഞാലല്ലോ ഇപ്പൊ അവര് സോൾവ് ആക്ക. എന്തായാലും സൂക്ഷിച്ചു പോന്നി. ഓക്കെ അമ്മേ. അല്ല, നമ്മൾ ഏത് മാൾക്കാ പോണ്? സൂപ്പർ സ്റ്റാർ ഇല്ലേ, നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ ആകുമ്പോ കുറെ കളക്ഷൻസ് ഉണ്ട്, ഡ്രസ്സിനായാലും വേറെ എന്തിനായാലും. അത് ശരിയാ, നമുക്ക് എന്തായാലും ഒന്ന് അങ്ങോട്ട് പോവാം. അയ്യോ, ദേ ബസ് വന്നു, നടക്ക്. അല്ല, ഞാൻ കുറെ നേരമായി ശ്രദ്ധിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഞങ്ങൾക്ക് നോക്കാൻ കണ്ണുണ്ടായോണ്ട്. അത് തന്നെ, നിനക്കുണ്ടല്ലോ രണ്ടും ഉണ്ട കണ്ണ്. അതുകൊണ്ട് വേണമെങ്കിൽ ഞങ്ങളും നോക്കിക്കോ നീ. അയ്യോ, ആരപ്പ ഈ പറയണേ? നിനക്കാണ് എന്നേക്കായി വലിയ ഉണ്ടക്കണ്ണ്, ഉണ്ടക്കണ്ണി. ദേ, എന്റെ കണ്ണിനെ കുറിച്ച് വല്ലതും പറഞ്ഞോണ്ടല്ലോ. പറഞ്ഞാ നീ എന്ത് ചെയ്യടേ എന്നെ? ഞാൻ ഇനിയും പറയും, ഉണ്ടക്കണ്ണി ഉണ്ടക്കണ്ണി ഉണ്ടക്കണ്ണി. പറഞ്ഞ നിന്നെ ഞാൻ പറയുന്നില്ല, പറഞ്ഞ കൂടി പോവും. നിങ്ങൾ രണ്ടുപേരും ഒന്ന് നിർത്തുന്നുണ്ടോ? അത് കുറെ ടൈമായി തുടങ്ങിയിട്ട്. ആരപ്പ ഈ സമയത്ത് വന്ന് ബെല്ലടിക്കണേ? ചിലപ്പോ അമ്മമാരാവൂ അത്. പിന്നെ അവരിപ്പണ്ട് പോയിട്ടുള്ളൂ, അപ്പൊ ഇപ്പൊ തന്നെ വരിക അവര്. വാ, നമുക്ക് എന്തായാലും പോയോക്കാം. ആ സച്ചി, നീയായിരുന്നു അത്? ഞാൻ തന്നെയാണ്. ദേ, ആ സച്ചി, നീ എത്തിയോ? നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കായിരുന്നു ഇത്രയും ദിവസം. എടി പെണ്ണെ, നീ കൊറേ നേരം നിന്ന് പെറുപിറുക്കുന്നു. എന്താ നീ പറയുന്നേ? അത് നീ അറിയേണ്ട ആവശ്യമില്ല കേട്ടോ. സച്ചി, എന്നാ വാ, അകത്ത് കയറ്. ഓക്കെ ചേച്ചി. എടി ക്ലാര, നീ അകത്ത് കയറുന്നില്ലേ? ഞാൻ കേറിയാ, നിനക്ക് വേണ്ടി കാത്തു നിന്നതാ ഇവിടെ. ഓ, ഞാൻ നടക്ക്. അല്ല, നിങ്ങൾ രണ്ടുപേരും വരുന്നില്ലേ? അവരിതുവരെ തിരിഞ്ഞു വന്നിട്ട് കൂടിയില്ലേ? എനിക്ക് അപ്പോഴേ തോന്നിയതാ അവൾക്ക് ഇവനോട് എന്തൊക്കെയോ ഉണ്ടെന്ന്. അത് ഞാൻ കണ്ടുപിടിക്കും ക്ലാരെ. ഞങ്ങള് വരികയായിരുന്നു. എന്നാ വാ, ഇവിടെ നിൽക്കാതെ. അല്ല, എന്തിനാ ചേച്ചി ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് വിളിച്ച്? നമുക്ക് എല്ലാവർക്കും ഒളിച്ചുകളി കളിച്ചാലോ? അത് നല്ല ഐഡിയ. നമുക്ക് എല്ലാവർക്കും ഒളിച്ചുകളി കളിക്കാന്നാ. അതെ ചേച്ചി, ചേച്ചി പറഞ്ഞത് ശരിയാ, നമുക്ക് ഒളിച്ചുകളി കളിക്കാം. എന്താണ് ഈ ഒളിച്ചുകളി? അതും കൂടി എന്താണെന്ന് അറിയില്ലേ? പൊട്ടത്തി നീ. ഞാൻ പറഞ്ഞു തരാം എന്താ ഒളിച്ചുകളിന്ന്. നിന്റെ ഭാഷയിൽ അതിന് പറയും ഹൈഡ് ആൻഡ് സീക്ക്. ഓ, ഹൈഡ് ആൻഡ് സീക്ക്, അതിനാണ് ഒളിച്ചുകളി എന്ന് പറയുന്നത്? യാ, എനിക്ക് ഭയങ്കര ഇഷ്ടം ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ. എന്നാൽ നമുക്ക് എന്തായാലും കളിക്കാം. എന്നാൽ നമുക്ക് കളി തുടങ്ങാം. ആദ്യം ആരെ എണ്ണണ്ട് എന്ന് നമുക്ക് നോക്കാം. ഓ, യു, ടി, ഔട്ട്. എപ്പോഴും ഞാൻ തന്നെ എണ്ണാനാവുക. ഞാൻ എണ്ണില്ല, പറ്റില്ല, എനിക്ക് എണ്ണാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ചേച്ചി തന്നെ എണ്ണണം. ചേച്ചി ഔട്ടായത്. അത് മാള് പറഞ്ഞത് ശരിയാ, ചേച്ചി ഔട്ടായത്. അപ്പൊ ചേച്ചി എന്നെ എണ്ണണം. ശരി, എല്ലാവരും പോയി ഒളിച്ചോ. 1 2 3 4. വേഗം നടക്ക്, നമുക്ക് ഒളിക്കാം. നിങ്ങൾ എവിടെ വെച്ചാ പോയി ഒളിച്ചോ? ഞാൻ എന്തായാലും ഈ പുല്ലിന്റെ അടിയിൽ ഒളിക്കാം. ശരി സച്ചി. എടി ക്ലാരെ, നീ എവിടെ ഒളിക്കണെച്ചാ അവിടെ പോയി ഒളിച്ചോ. 38 39 40. ഇവരെല്ലാരും ഇനി എവിടെ പോയിട്ടാണോ ഒളിച്ചുണ്ടാവുക? അതെന്താ പുല്ലിന്റെ അവിടെ ഒരു അനക്കം? നീ എവിടെ ആരെങ്കിലും ഒളിച്ചു നിൽക്കുന്നുണ്ടോ? നോക്കി നോക്കാം. സച്ചിയെ കണ്ടേ? സച്ചി സെറ്റ്. ഇവിടെ ഒളിക്കണ്ടായിരുന്നു. ഇനി ആ മാളുവിനെ കണ്ടുപിടിക്കാനാവും പണി. ക്ലാരയെ നമുക്ക് എവിടെന്നെങ്കിലും കണ്ടുപിടിക്കാം. എന്തായാലും ചേച്ചി പോയി അവരെ കണ്ടുപിടി. മാളു, ഇവിടെ വാ, ചേച്ചി പോയി. ഞാൻ സെറ്റ് അടിച്ചേ. ചേച്ചി എവിടെ? ചേച്ചി അവിടെ നിങ്ങളെ കണ്ടുപിടിക്കാൻ പോയതാ. വാ, നമുക്ക് പോയോക്കെ. ചിലപ്പോ നീ സെറ്റ് അടിച്ച ചേച്ചി കേട്ടിണ്ടാവില്ല. അയ്യോ അമ്മേ. മാളു, ഞാനിത് സമ്മതിക്കില്ല.